ഹായ് നമസ്കാരം. വൃഷഭ കണ്ടു. ആദ്യ ദിവസം തന്നെ പോയി കണ്ടു. ലാലേട്ടന്റെ പടമാണല്ലോ. നമ്മുടെ ലാലേട്ടന്റെ പടമാണല്ലോ. അന്യഭാഷാ സിനിമയാണ്. പക്ഷെ നമ്മുടെ ലാലേട്ടൻ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയായതുകൊണ്ടും നമുക്ക് ലാലേട്ടനോടൊരു ഇഷ്ടമുള്ളത് കൊണ്ടും അങ്ങനെ പോയി കണ്ടതാണ്. എന്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. കണ്ടവരിൽ പലരും ലാലേട്ടൻ ആയതുകൊണ്ട് പോയിട്ട് കണ്ടതാണ് ഈ പടം. നമ്മുടെ തിരുവനന്തപുരം റിവ്യൂ ഒക്കെ ചെയ്യുന്ന ചങ്ങാതി ലാലേട്ടൻ ഫാനാണ്. പുള്ളി രാവിലെ തന്നെ പോയി ഈ പടം കാണാൻ. ഞാന് വൈകിട്ടാണ് പോയി കണ്ടത്. ഇപ്പൊ ദാ അടുത്ത ദിവസമായി വൈകുന്നേരമാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഞാൻ വീഡിയോ ചെയ്യാൻ വൈകാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് എനിക്ക് സത്യത്തില് ഈ വീഡിയോ ചെയ്യാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. ചെയ്യണ്ടെന്ന് വിചാരിച്ചതാ. പക്ഷെ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ തോന്നിയില്ലെന്നേ. ആക്ച്വലി പടം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ദേഷ്യമൊന്നുമല്ല തോന്നിയത്. എനിക്ക് വല്ലാത്തൊരു സങ്കടവും വിഷമവും ചെറിയ രീതിയിൽ ദേഷ്യമൊക്കെ തോന്നി. മൊത്തത്തിലൊരു ഒരു മിക്സഡ് വികാരത്തിലാണ് ഞാൻ ഇരുന്ന് കണ്ടത്. അതായത് പടത്തിനോട് വലിയ ആൾക്കാർക്ക് പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. തുടക്കം തൊട്ടേ സീറോ പ്രതീക്ഷയായിരുന്നു. പിന്നെ ഈ അടുത്തൊരു ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നല്ലോ. കഷ്ടകാലത്തിന് എനിക്ക് ആ ട്രെയിലർ ചെറുതായിട്ട് ഇഷ്ടപ്പെട്ടു. വലുതായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, ചെറുതായിട്ട് എനിക്ക് ആ ട്രെയിലർ ഇഷ്ടപ്പെട്ടു. ഒരു ഡീസന്റ് ട്രെയിലറായിട്ട് തോന്നി. അപ്പൊ ഞാൻ കരുതി വിചാരിച്ച പോലെ ഒന്നും ആയിരിക്കില്ല, ചിലപ്പോ ട്രെയിലർ പോലെ തന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഡീസന്റ് ആയ ഒരു സിനിമയായി വരാനുള്ള സാധ്യതയുണ്ട് എന്ന് ചെറിയൊരു തോന്നൽ മനസ്സിന്റെ എവിടെയോ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പടത്തിന് കയറിയതാണ്. ഈ പടത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് പടം ആകെ 2 മണിക്കൂറേ ഉള്ളൂ. പക്ഷെ അതൊരു പോസിറ്റീവായിട്ട് പറയാൻ പറ്റുമോ? പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ 2 മണിക്കൂറേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും എടോ അത് തീരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കണ്ടിരിക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു. ഇത് ഇത് എപ്പ തീരും എന്നുള്ള മൂടായിരുന്നു. അതായത് ഒരുപാട് സമയം എടുക്കുന്ന പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്റെ കാലിതാ ഈ കാല് ഇതെങ്ങനെ ഇങ്ങനെ 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 ആട്ടിക്കൊണ്ടാണ് ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നത്. കാരണം ക്ഷമയില്ലാഞ്ഞിട്ടാണ്. കാരണം ഇത് എന്താണ് മൊത്തത്തിൽ അങ്ങനെ ഒരു 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 അവസ്ഥ. ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് ദുരന്തർ പോയിട്ട് കണ്ടത്. 3.5 മണിക്കൂറുണ്ട്. ഐ റിപ്പീറ്റ്, 3.5 മണിക്കൂറുണ്ട് ആ പടം. ആ 3.5 മണിക്കൂർ എനിക്ക് പോയത് അറിഞ്ഞില്ല. എൻഗേജിങ് ആയിരുന്നു 3.5 മണിക്കൂർ. ഇനി 1 മണിക്കൂറും കൂടി ആ പടം ഇടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിന്റെ അടുത്ത പാർട്ട് ഏകദേശം ഒരു 3 മണിക്കൂർ 3.5 മണിക്കൂർ വരും. ഇനി അതിട്ടാലും ഞാനത് കണ്ടു തീർത്തിട്ട് വരാൻ റെഡി ആയിരുന്നു. 3.5 മണിക്കൂർ പടേ. അപ്പൊ ഈ 2 മണിക്കൂർ ഈ പടം നമുക്കൊരു 3-4 മണിക്കൂർ ഇരുന്നൊരു ഫീല് തോന്നുന്നു എങ്കിൽ, അല്ലെങ്കിൽ 2 മണിക്കൂർ എന്നൊരു അവസ്ഥയായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പറഞ്ഞത് മാത്രം, കൂടുതലൊന്നും പറയാനില്ല ഈ ഒരു സിനിമയെ കുറിച്ച്. നിങ്ങൾ കണ്ടതാണോ? എനിക്ക് പാവം തോന്നിയത് ആരെയൊക്കെയാണെന്ന് അറിയൂ? ഫാമിലി ആയിട്ടൊക്കെ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ ആ പടത്തിന്. ഫാമിലി ആയിട്ട് ദയനീയമായിട്ട് തോന്നി. പാവം എപ്പോഴെങ്കിലൊക്കെ പടത്തിന് പോകുന്ന ടീമായിരിക്കും തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ പടത്തിന് പോകുന്ന ആൾക്കാരാണ് അവർ ഈ പടത്തിന് വന്ന് വെട്ടു എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സ്ഥിതി വളരെ മോശമായിരിക്കും. കാരണം എന്തിനു വന്നുപോയി, വേറെ പടത്തിന് പോവായിരുന്നു എന്നുള്ളൊരു തോന്നലൊക്കെ അവരുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവും. സർവമായി കാണാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിനെത്രയും പെട്ടെന്ന് വിട്ടോളി. നല്ല പടാ അത്. എനിക്ക് തോന്നുന്നു വൃഷഭയ്ക്ക് ഞാൻ രാവിലെ പോയിട്ട് സർവമ്മായ്ക്ക് വൈകുന്നേരം പോയാൽ മതിയായിരുന്നു തോന്നുന്നു. കാരണം വൃഷഭ കണ്ട ക്ഷീണം മാറ്റാൻ സർവമ്മായ ഓക്കെയാ. പക്ഷെ സർവമ്മായ ഞാൻ കണ്ടിട്ട് വൈകുന്നേരമാണ് വൃഷഭയ്ക്ക് പോയത്. അത് വല്ലാത്തൊരു ഇതായിപ്പോയി. സർവമായ കണ്ട് ഹാപ്പി ആയിട്ട് ഇങ്ങനെ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇങ്ങനെ ബ്യൂട്ടിഫുൾ മൊമെന്റിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വൃഷഭയ്ക്ക് കയറി മൂഡ് പോയി. ഇത് എക്സാജറേറ്റ് ചെയ്ത് പറയാൻ വേണ്ടി പറയുന്നൊന്നുമല്ല, സീരിയസ്ലി ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഇതൊരു സിനിമയായിട്ട് എന്റെ സത്യത്തിൽ തോന്നുന്നില്ല. പിന്നെ ലാലേട്ടന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നമുക്ക് പുള്ളി ഇഷ്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പുള്ളിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് പോയിട്ട് പടം കണ്ടത്. ഞാൻ പരമാവധി സിനിമേനെ പോസിറ്റീവായിട്ട് സമീപിക്കാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ലാലേട്ടൻ എന്തിനാണ് ഈ പടത്തിൽ കൊണ്ട് തലവെക്കണം എന്നുള്ളത് എനിക്കറിയുന്നില്ല. എനിക്ക് തോന്നുന്നു, ഞാൻ കഴിഞ്ഞ ഏതോ വീഡിയോൻ്റെ അകത്ത് പറഞ്ഞിട്ടായിരുന്നു, ലാലേട്ടൻ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ കുറച്ച് താല്പര്യം കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. ചെയ്തോട്ടെ, പുള്ളി ചെയ്യണ്ട പറയാൻ നമ്മളാരും അല്ല. പക്ഷെ നമ്മളൊരു പ്രേക്ഷകൻ എന്നുള്ളൊരു നിലയ്ക്ക്, അല്ലെങ്കിൽ പുള്ളിയോട് ഇഷ്ടമുള്ള ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് നമ്മളൊരു അഭിപ്രായമായിട്ട് ഷെയർ ചെയ്യുന്നത് മാത്രം. ദയവ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള പടങ്ങളുടെ ഭാഗമാവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഭാഗമായാലും കുഴപ്പമൊന്നുമില്ല, സ്ക്രിപ്റ്റ് നോക്കണം, കഥാപാത്രം നോക്കണം. അത് കൂടുതലൊന്നും അതിനൊരു പ്രാധാന്യം കൊടുത്തിട്ട് എന്താണ് യെസ് പറയുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാത്തടത്തൊക്കെ നോ പറയണം. എന്താ നോ പറയാത്തെ? എന്തിനെങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യണേ? ഈ അടുത്ത് വരെ ക്ലാപ്പ എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. ഞാനത് പോയി കണ്ടില്ല കേട്ടോ. ഞാനതൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പോയി കണ്ടതേ ഇല്ല ആ പടം. ഞാൻ കണ്ടില്ല. എനിക്ക് കാണണ്ട.
കാരണം ആ സമയത്ത് ഞാൻ ഹൃദയപൂർവ്വം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. തുടരും കണ്ട് ആ ഒരു മുഖം മനസ്സിൽ ആക്ച്വലി ഉണ്ട്. അതിനുശേഷം ഹൃദയപൂർവ്വം കണ്ടാൽ മതി എന്നുള്ളൊരു ഇതിലായിരുന്നു ഞാൻ ഇരിക്കേണ്ടത്. അതുകൊണ്ട് ക്ലാപ്പിക്ക് ഞാൻ പോയില്ല. അപ്പൊ എന്തിനാ അതിൽ കൊണ്ട് തലവെക്കണേ? അതിൽ കൊണ്ട് തല വെച്ചു ക്യാമിയോ, ഇതിൽ പ്രധാന വേഷത്തിൽ കൊണ്ടിട്ട് തല വെക്കണം. ഇത് പ്രധാന വേഷം ചെയ്തതുകൊണ്ട് ഞാൻ പോയി കണ്ടത്. അതർവൈസ് ഞാൻ ഇതും സ്കിപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ടാവും. എന്തിനാണ് എന്തിനാണ് പിന്നെ ഇത് പടം തുടങ്ങുന്നതിന് മുമ്പ് എന്താണ് ഗോഡ് ഓഫ് ആക്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കണേ? എനിക്ക് വയ്യ. എന്താണ് ആ ഡയറക്ടറുടെ പേര്? നന്ദകിഷോർ. ഗോഡ് ഓഫ് ആക്ടിങ്, എന്താ കംപ്ലീറ്റ് ആക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾ കാണിച്ചു വെച്ചിരിക്കുന്ന പരിപാടിയാണത്. ഏ ആരാണ് ലാലേട്ടൻ? ഹൂ ഇസ് മോഹൻലാൽ? അയാളുടെ റേഞ്ച് എവിടെ കിടക്കുന്നേ? അയാൾ എന്തൊക്കെ ഇവിടെ മലയാളത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്? അയാളുടെ കപ്പാസിറ്റി എന്താ? ഇതൊക്കെ അറിയോ ഈ പറഞ്ഞ നന്ദകിഷോർ എന്ന് പറയുന്ന പുള്ളിക്ക്? എനിക്കറിയില്ല. അതായത് പുള്ളിക്ക് അറിയോന്ന് എനിക്കറിയില്ല, നന്ദകിഷോറിന് അറിയോന്ന് എനിക്കറിയില്ല. അപ്പൊ കംപ്ലീറ്റ് ആക്ടറിനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് മര്യാദയ്ക്ക് ഉപയോഗിക്കണ്ടേ? പുള്ളിയെ കൊണ്ട് ചെയ്യിപ്പിച്ചു വെച്ചിരിക്കുന്ന സാധനം അത്. ഏഹ് അല്ല, അതിൽ ഞാൻ നന്ദകിഷോറിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങേരുടെ ഇഷ്ടത്തിന് എന്തൊക്കെയോ എഴുതി വെച്ചു, എന്തൊക്കെയോ എടുത്തു വെക്കാൻ വേണ്ടി നോക്കി. ലാലേട്ടന് നോ പറയാലോ. ലാലേട്ടന് നോ പറയാലോ. ലാലേട്ടൻ എന്തിനാ അതിൽ കൊണ്ടേ തല വെക്കണേ? എനിക്ക് ഞാനിത് തുടക്കം ഒരു കാര്യം പറഞ്ഞു. ഞാൻ അടക്കമുള്ള അല്ലെങ്കിൽ പല ആളുകളും മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ഇഷ്ടം കൊണ്ട്, സ്നേഹം കൊണ്ടാണ് ഈ പടം കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. അയാളോടുള്ള ഇഷ്ടം കൊണ്ടാണ് രാവിലെ തന്നെ ഈ പടം കാണാൻ വേണ്ടി പലരും കയറിയിരിക്കുന്നത്. അപ്പം അതൊന്ന് ലാലേട്ടൻ കൺസിഡർ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം ആളുകൾ ഇഷ്ടം കൊണ്ട് വരുന്നവരുണ്ട്, അങ്ങനെ കൺസിഡർ ചെയ്ത് വരുന്ന ആൾക്കാരുണ്ട്. അന്യഭാഷയാണെങ്കിലും കുറച്ചേ ഉള്ളൂ കേട്ടോ, അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല. പക്ഷെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ. ആ കുറച്ച് ആൾക്കാർ പോലും ലാലേട്ടൻ ആയതുകൊണ്ട് വന്നതാണ്. അപ്പൊ ഒന്ന് ചിന്തിച്ചിട്ട് ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് സൈഡാക്കി നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത് ലാലേട്ടനെ ഇതിൽ നിന്ന് കൊണ്ടേ തലവെക്കേണ്ട കാര്യമൊന്നുമില്ല. ബിക്കോസ് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുകയാണ്. തുടരും കൊടുത്തു, എന്താണ് ഹൃദയപൂർവ്വം കൊടുത്തു. രണ്ടും നല്ല അടിപൊളി പടങ്ങളായിരുന്നില്ലേ? എത്ര അപ്രിസിയേഷൻസ് കിട്ടിയ സിനിമകളാണ് ഇത് രണ്ടും. എന്ത് വാട കംബാക്ക് ആയിരുന്നു അത്. ആൾക്കാരൊക്കെ എത്ര ഹാപ്പി ആയിരുന്നു മലയാളികൾ അത് കണ്ടിട്ട്. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ നിൽക്കുന്ന സമയത്ത് അന്യഭാഷയെ കൊണ്ടുപോയിട്ട് നന്ദകിഷോറിന് ഡേറ്റും കൊടുത്തിട്ട് ഇങ്ങനെ ഒരു അപരാധം പോയിട്ട് ചെയ്തു വെക്കേണ്ട വല്ല ആവശ്യം ആക്ച്വലി ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇതൊരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഇത് പറയാനുള്ള റൈറ്റ്സ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. കാരണം നമ്മളൊക്കെ ചെറുപ്പം തൊട്ടേ ലാലേട്ടനും മമ്മൂക്കേനൊക്കെ കണ്ടിട്ടൊക്കെയാണ്, അവരുടെ സിനിമകളൊക്കെ കണ്ടിട്ടൊക്കെയാണ് നമ്മൾ വളരുന്നത്. അപ്പൊ നമുക്ക് ഇന്നും നിലയൊന്നും അല്ല ഇവര് നമ്മുടെ ഹൃദയത്തിൽ കയറി ഇരിക്കാൻ വേണ്ടി തുടങ്ങിയത്, കാലങ്ങളായിട്ട് ഇരിക്കുന്നതാണ്. അപ്പോ നമുക്കറിയാം ഇവരുടെ കപ്പാസിറ്റി എന്താ, ഇവരുടെ റേഞ്ച് എന്താ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഇവരിവിടെ നല്ല രീതിയിൽ ചെയ്തു പോകുമ്പോ അന്യഭാഷയെ കൊണ്ടുപോയിട്ട് ഇങ്ങനത്തെ പരിപാടി ഒന്നും കാണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ ആ സെൻസിലാണ് ആക്ച്വലി പറയുന്നത്. ഇതെനിക്ക് തോന്നുന്നു മോഹൻലാൽ ഫാൻസിന് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല പടം. അവര് പോലും ഇവിടെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നില്ല. വെരി ഗുഡ്. അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ക്രിട്ടിസൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ പറയണം, ഫാൻസ് ആണെങ്കിലും ആരാണെങ്കിലും. പിന്നെ ഹേറ്റേഴ്സ് ഇതിന്റെ അകത്ത് ഓവറായിട്ട് കടന്നിട്ട് കാണിക്കും. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവാറുള്ള സംഗതിയാണ്, അത് കൺസിഡർ ചെയ്യണ്ട. ബട്ട് ഇവിടെ ഫാൻസ് പോലും ഈ പടത്തിനെ മോശം എന്നുള്ള രീതിയിൽ പറയുന്നത് ഞാൻ ആക്ച്വലി കണ്ടായിരുന്നു. അത് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് ആക്ച്വലി തോന്നുന്നത്. അത് അങ്ങനെ തന്നെ വേണം. മോശം മോശം തന്നെയാണ്, ഇങ്ങനത്തെ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ പറയേണ്ടത് ഫാൻസ് തന്നെയാണ്, പ്രേക്ഷകർ തന്നെയാണ്. അപ്പൊ അത് വീണ്ടും പറയുന്നു, ചെയ്യരുതായിരുന്നു. ഞാൻ വീണ്ടും പറയുന്നത് പുള്ളിയുടെ ഇഷ്ടമാണ്, എന്ത് ചെയ്യണം ചെയ്യണമെന്നൊക്കെ പുള്ളിക്ക് തീരുമാനിക്കാം. പക്ഷെ നമ്മൾ പ്രേക്ഷകരാ, കാലങ്ങളായിട്ട് നമ്മൾ ഇവരെയൊക്കെ കാണുന്നുണ്ട്. അപ്പൊ നമുക്കും പറയാനുള്ള റൈറ്റ്സ് ഉണ്ട്. ചെയ്യാതിരിക്കുക പുള്ളിയുടെ കാര്യം, പക്ഷെ പറയാനുള്ള റൈറ്റ്സ് നമുക്ക് ആക്ച്വലി ഉണ്ട്. ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ച് നല്ലത് മാത്രം ചെയ്തൂടെ എന്നുള്ള രീതിയിൽ. ഞാൻ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാം. ഹൃദയപൂർവ്വം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അതിന്റെ അകത്ത് പുള്ളി ഹാർട്ട് പേഷ്യന്റ് ആയിട്ടാ. ഹാർട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞൊരു ആളായിട്ടാണ് അതിന്റെ അകത്ത്. അപ്പോ അതിന്റെ അകത്ത് പുള്ളി ഡയലോഗ് ഡെലിവറി ചെയ്യുന്ന സമയത്തും പുള്ളി ഈ ഒരു സാധനം വരുന്നുണ്ട്. സംസാരിക്കുന്ന സമയത്ത് ശ്വാസം എടുത്തു വിടുന്ന അത് ആ ക്യാരക്ടർ പുള്ളി ചെയ്ത്, മനസ്സിലായ മൈന്യൂട്ട് ആയിട്ടുള്ള സാധനം ഞാൻ പറയുന്നത്. ആസ് ആൻ ആക്ടർ അതിന്റെ അകത്ത് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത്. ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള ആള് സംസാരിക്കുന്ന സമയത്ത് അയാൾ സംസാരിക്കുമ്പോൾ ആ ഒരു ശ്വാസം എടുത്ത് വിട്ട് ആ ഒരു സാധനം നമുക്ക് കൃത്യമായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയാണ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന സാധനം. പുള്ളി പുള്ളി അതാണ്
പുള്ളിയുടെ കപ്പാസിറ്റി, പുള്ളിയുടെ റേഞ്ച് ഒക്കെ അങ്ങനെ നിൽക്കുന്ന പുള്ളി ഇവിടെ രാജാവാനും രാജാപ്പാട്ടാവാനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളിലേക്കൊന്നും പോയി ഇറങ്ങിച്ചെന്ന് കോമാളി ആവേണ്ട കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഊക്കുവാക്കേണ്ട കാര്യമൊന്നുമില്ല. യെസ്, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്തിനാണ് പുള്ളി ഇങ്ങനത്തെ വേഷങ്ങളൊക്കെ ആക്ച്വലി ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പുള്ളി അങ്ങനത്തെ ചെയ്യാതിരുന്നൂടെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിപ്പോ ചെയ്യാതിരുന്നത് കൊണ്ട് യാതൊരു നഷ്ടവും സംഭവിക്കാനില്ല, അല്ലെങ്കിൽ അത് പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൽ വലിയ നഷ്ടമൊന്നും വിചാരിക്കാനൊന്നും ആക്ച്വലി ഇല്ല. കാരണം അത് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാലും ലാലേട്ടൻ എന്ന് പറയുന്നത് ഭീകരമായ കപ്പാസിറ്റി ഉള്ള, ഭീകരമായ റേഞ്ച് ഉള്ള, അല്ലെങ്കിൽ അപാരമായ ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. ഇവിടെ വ്യത്യസ്തമായ സാധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങേര് തരുന്ന ഇൻപുട്ട്, അല്ലെങ്കിൽ അങ്ങേര് നമുക്ക് തരുന്ന സമ്മാനം എന്ന് പറയുന്നത് ചെറുതല്ല, വലുതാണ്. അപ്പോ അത് മതിയായിരുന്നു. അല്ലാണ്ട് ഇതുപോലുള്ള നാടക ലെവൽ സാധനങ്ങളൊന്നും പോയി തലവെച്ചിട്ട് പുള്ളി കൊച്ചാവേണ്ട ആവശ്യമില്ല. കൊച്ചാവില്ല, പക്ഷെ ആ ആ ഒരു താൽക്കാലികമായിട്ട് ഉള്ള ഊക്കാണെങ്കിലും പുള്ളി വാങ്ങാൻ നിൽക്കേണ്ട ആവശ്യം ആക്ച്വലി ഇല്ല. എനിക്കിപ്പോ തോന്നുകയാണ് കാണണ്ടായിരുന്നു പടം കണ്ണപ്പ. ഇഫ് ഐ ക്യാൻ സ്കിപ്പ് കണ്ണപ്പ, ഇഫ് ഐ ക്യാൻ സ്കിപ്പ് കണ്ണപ്പ, എനിക്ക് വേണമെങ്കിൽ ഇതും സ്കിപ്പ് ചെയ്യായിരുന്നു. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്, ഇറ്റ്സ് മൈ ബ്ലഡി മിസ്റ്റേക്ക്. ഞാൻ പോയി കണ്ട് വെറുതെ പോയി. ഞാൻ പറയുമ്പോൾ വെറുതെ പറയാറില്ല, ഞാൻ മൈൻഡിൽ തോന്നിയ പരിപാടി. സ്ക്രിപ്റ്റ് നത്തിങ് ഇസ് ദർ. ഐ എം നോട്ട്, എന്താ പറയാ, ഐ ഡോണ്ട് റൈറ്റ് സ്ക്രിപ്റ്റ്സ് ആൻഡ് യുനോ അത് നോക്കി അങ്ങനെ വായിക്കണ പരിപാടി ഒന്നുമില്ല. മൈൻഡിൽ തോന്നുന്ന പരിപാടി അപ്പപ്പോ തോന്നുന്ന പരിപാടി ഞാൻ പറയണേ. കാണണ്ടായിരുന്നു തോന്നിപ്പോയി കണ്ടു കഴിഞ്ഞതിന് ശേഷം. എന്ത് 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 ഇത് സിനിമയാണോ? അവിടെ ഫാമിലി ആയിട്ട് വന്ന ഐ റിമെമ്പർ 3 പിള്ളേരും പിന്നെ ഒരു അമ്മയും പിന്നെ അവരുടെ ഹസ്ബൻഡും പിന്നെ ഒരാളും കൂടി ആക്ച്വലി ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ വന്ന ഒരാള് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതിന് ശേഷം ഇവര് പുറത്തുനിന്ന് തിന്നാനൊക്കെ മേടിച്ച് ഉള്ളിൽ കയറിയതിനു ശേഷം പറഞ്ഞൊരു ഡയലോഗാണ്, നാടകത്തിന്റെ 2ാം ഭാഗം ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോവാണ് എന്ന്. അപ്പൊ അവർക്കും ഫീൽ ചെയ്തത് നാടകമായിട്ടാ. മനസ്സിലായ? I was restless while watching this movie. ഇറങ്ങിപ്പോവായിരുന്നു, ഇറങ്ങിപ്പോയില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ, സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കിത് ചെയ്യണ്ട എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. വീഡിയോ ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശം ആക്ച്വലി ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് പടം ഫുള്ളായിട്ട് കാണാതെ ഒരു തേങ്ങാണ്ടി പറയാൻ പറ്റില്ല. പക്ഷെ പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഇത് ചെയ്യണ്ട എന്ന് തീരുമാനിച്ചതാ. മനസ്സിലായ? കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് ചെയ്യേണ്ടത് തീരുമാനിച്ചത്. അതുകൊണ്ട് ഇന്നലെ തന്നെ എനിക്ക് വേണമെങ്കിൽ ചെയ്യായിരുന്നു, ഞാൻ ചെയ്തില്ല. ഇന്ന് ഇത് ഇരുന്ന് ചെയ്യണേ. പടം ഇറങ്ങിയ അടുത്ത ദിവസം വൈകുന്നേരം ഞാനിത് ഇരുന്നിട്ട് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ ഇത് പറയാതിരിക്കാൻ തോന്നാത്ത കൊണ്ടും തേട്ടി വരുന്നതായത് കൊണ്ടും വന്നിരുന്ന് പറയുന്നു എന്ന് മാത്രം. അപ്പുറത്ത് നിവിൻ പോളി കലക്കുക. മണിക്കൂറിൽ 12,000 ടിക്കറ്റും 13,000 ടിക്കറ്റൊക്കെ പോകുന്ന കലക്കം പടം, സർവമായ കലക്കം പടം. ഇനി ഇതിന്റെ അകത്ത് മമ്മൂട്ടി, മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിയും പരിപാടിയൊന്നും ആക്ച്വലി വേണ്ട കേട്ടോ. ആര് കൂറപ്പടം ചെയ്ത് കഴിഞ്ഞാലും 2 കൂട്ടരും കൂറപ്പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ആര് ഏറ്റവും കൂടുതൽ എന്നൊന്നും നോക്കണതിന് കാര്യമൊന്നുമില്ല. 2 പേരും കൂറപ്പടങ്ങൾ ആക്ച്വലി ചെയ്തിട്ടുണ്ട് അവരുടെ ഫിലിമോഗ്രഫിയിൽ. അപ്പോ അതിൻ്റെ അകത്ത് മത്സരിക്കണ്ട ആരും കടന്നിട്ട് അങ്ങനെ ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ട്. മമ്മൂട്ടിയുടെ നല്ല പടം വന്നാൽ നല്ലത്, മോശം വന്നാൽ മോശം. മോഹൻലാലിന് നല്ലത് വന്നാൽ നല്ലത്, മോശം വന്നാൽ മോശം. ദാറ്റ്സ് ഇറ്റ്. അക്സെപ്റ്റ് ദ ഫാക്ട്. ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.